നമസ്കാരം. പോളണ്ട് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിലാണ്. ഓഷൻ എന്നാണ് പേര്. നല്ല സൗകര്യമുള്ള, അത്യാവശ്യം നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിംഗ് മാളാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്കകത്തേക്ക് കയറാം. സ്കൂൾ ബാഗ് കിടക്കുന്നുണ്ട്, നന്നായിട്ടുണ്ട്. കിഡ്സിനാണ് കൂടുതലും. നല്ല പേനയും എന്താ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ നമുക്ക് കിട്ടും. ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് നാട്ടിലോട്ടൊക്കെ. നല്ല സാധനങ്ങൾ കിട്ടും. വളരെ വിശാലമായൊരു ഷോപ്പിംഗ് മാൾ തന്നെയാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഡ്രൈ പാനുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരെ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇവിടെ കുറച്ച് പൈസ കൂടുതലാണ്. അപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വില കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ ഡ്രൈ പാനൊക്കെ നോക്കേ, എന്ത് രസമുണ്ട് കാണാൻ. ഈ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടുതൽ ആളുകൾ ഈ ബ്രെഡും ചീസും ബർഗറും ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. പ്രോസസ് മീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളവർ കൂടുതലും കഴിക്കുന്നത്. ഇതിനൊക്കെ ഇച്ചിരി വില കുറവാണ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. നമ്മളെ നാടുമായിട്ടൊക്കെ കമ്പയർ ചെയ്താലും വലിയ വിലയൊന്നുമില്ല. തുച്ഛമായ പൈസയേ ഉള്ളൂ. പോർക്കും ബീഫും ഒക്കെയാണ് ഇവിടെ ഉള്ളവർ കൂടുതലും കഴിക്കുന്നത്. ഇവിടെ വിലക്കുറവ് പോർക്കിൻ്റെ ഇറച്ചിയാണ് ഏറ്റവും കൂടുതൽ വിലക്കുറവുള്ളതെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതായിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ. മസാല പുരട്ടി വെച്ചേക്കുന്നു. ഈ രീതിയിലും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലായിടവും പോയാലും ഇതൊക്കെ കിട്ടും. വലിയ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മീറ്റൊക്കെ മേടിക്കാൻ ആളുകൾ നിൽക്കുകയാണ്. ഈ ചിക്കനാണ് കേട്ടോ ഇത് കൂടുതലും. ഇത് ചിക്കൻ്റെ മാത്രം ഏരിയയാണ്. കണ്ടില്ലേ, ചിക്കൻ്റെ പാർട്സുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ചിക്കൻ്റെ പാർട്സൊക്കെ വെച്ചേക്കുന്നുണ്ടോ? നമ്മളെ നാട്ടിൽ ഈ ഫിംഗറൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. കണ്ടില്ലേ, അത്
കണ്ടില്ലേ, ഇതിൽ പടം കൊടുത്തിട്ടുണ്ട്. താറാവ്, കോഴി, കോഴി കണ്ടില്ലേ. പ്രോസസ് മീറ്റുകളാണ്, സോസേജ് ടൈപ്പ്. ഇവരിത് കഴിക്കുന്നത് കാണാം, നല്ല രസമാണ്. കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ കൂടെ വെച്ചിട്ടേ അങ്ങ് കഴിക്കും. സ്ലൈസായിട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലോ മീറ്റൊക്കെ. ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ടോ? വേറെ ഒരു സാധനം കാണിച്ചു തരാം. മുയലിറച്ചിയാണ് കേട്ടോ. കണ്ടില്ലേ, മുയലിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഫുൾ മുയൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്, ബോക്സിലും വന്നിട്ടുണ്ട്, കട്ട് ചെയ്ത്. ഇനി കുറച്ച് മീൻ മേടിക്കാം. ഇവിടെ അത്യാവശ്യം ഫ്രഷായിട്ടുള്ള മീൻ കിട്ടും. പക്ഷേ നമ്മളെ നാട്ടിലെ കണക്കുള്ള മീനും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല. ഉണ്ട്, കൊഞ്ചൊക്കെ കിട്ടും, എന്നാലും ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് ഇല്ല. അതാണ്. മീനൊക്കെ എത്ര എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ നാട്ടിൽ തന്നെയാണ്. കൊഞ്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഇവിടെ പ്രധാനമായിട്ട് ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും ഈ ക്യാബേജും ഒക്കെ തന്നെ കിട്ടാറുള്ളൂ. പക്ഷെ ഉള്ള സാധനം അടിപൊളിയാണ്. നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസാണ്. നല്ല വലിപ്പമില്ലേ ഇതേ ക്യാബേജൊക്കെ ഒക്കെ. ഫ്രൂട്ട്സിനൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഫ്രൂട്ട്സാണ് ഇവിടെ വില കുറവ്. മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. ആപ്പിളൊക്കെ ചീപ്പ് റേറ്റേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ 350 രൂപ, 300 രൂപ, 400 രൂപ ആ റേഞ്ചൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ വളരെ വിലക്കുറവാണ്. ഇവിടെ ആപ്പിളിൻ്റെ നാടാണല്ലോ. ധാന്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. നല്ല അടിപൊളി ഓട്സൊക്കെ കിട്ടും കേട്ടോ ഇവിടെ. ഞാനിവിടുന്ന് നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു നല്ല കിഡിലം ഓട്സ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലിക്കറിൻ്റെ ഏരിയയാണ്. ഇത് മൊത്തം ലിക്കറാണ് കേട്ടോ. ഇവിടെ മൊത്തം ലിക്കറിൻ്റെ ഏരിയയാണ്.
അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം.